ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൺ ഇൻപുട്ട് ഓഫ് എ ടു ഇൻപുട്ട് XOR ഗേറ്റ് ഈസ് കണക്റ്റഡ് ടു ലോജിക് 1 ആൻഡ് ടു അതർ ഇൻപുട്ട് A ഈസ് ഗിവൺ ദ ഔട്ട്പുട്ട് ഓഫ് XOR. ഇവിടെ പറയുന്നത് ഒരു XOR ഗേറ്റിന്റെ കേസാണ്. നമുക്കൊരു XOR ഗേറ്റ് ഡ്രോ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് പറയുന്നു ടു ഇൻപുട്ട് XOR ഗേറ്റിന്റെ ഒരു ഇൻപുട്ട് ലോജിക് 1 കണക്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ അതർ ഇൻപുട്ട് A എന്ന് പറയുന്നതും എന്ത് ചെയ്തേക്കുന്നു, നമ്മൾ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഔട്ട്പുട്ട് Y എന്ന് പറയുന്നത് എന്താവും എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഇൻപുട്ട് 0 0 0 1 1 0 1 1. ഈ കേസിൽ XOR ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 1 1 0 ഇങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഇൻപുട്ട് ഓൾറെഡി 1 ആണ്, ഒരു ഇൻപുട്ട് A ആണ്. XOR ഗേറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? A XOR B എന്നാണെങ്കിൽ A ബാർ B പ്ലസ് B ബാർ A എന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്താ കിട്ടുക? ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് 1 ആണ്. 1ന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 0 ഇൻറ്റു ബിയുടെ സ്ഥാനത്ത് A ആണ് വരിക, പ്ലസ് അതേപോലെ തന്നെ B ബാർ എന്ന് പറഞ്ഞാൽ A ബാർ ഇൻറ്റു A എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ 0 ഇൻറ്റു A എന്ന് പറയുന്നത് 0 പ്ലസ് A ബാർ ഇൻറ്റു 1 എന്ന് പറയുന്നത് A ബാർ. ദെൻ ആൻസർ എന്ത് കിട്ടും? A ബാർ ആയിരിക്കും കിട്ടുക. അതായത് 1 ഒരു ഇൻപുട്ടും കൊടുത്തിട്ട് നമ്മൾ എന്ത് ഇൻപുട്ടാണോ A കൊടുക്കുന്നത് അതിന്റെ നേരെ കോംപ്ലിമെന്റ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. സോ ഓപ്ഷൻ B ഈസ് ദ റൈറ്റ് ആൻസർ. A ബാർ ഈസ് ദ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A logical expression in 3 variables is to be implemented using a multiplexer, that is y equal to f of a b c. The multiplexer chosen is. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് മക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെനി ടു 1 ആണ്. അതായത് മെനി ഇൻപുട്ട് ടു 1 ഔട്ട്പുട്ട് ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വേരിയബിൾസ് എന്ന് പറയുന്നത് ABC ആണെന്നാണ്. അപ്പോൾ 3 വേരിയബിൾസ് ഉണ്ട്. 3 വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ 3 സെലക്ട് ലൈൻസ് എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, 3 വേരിയബിളിൽ 3 സെലക്ട് ലൈൻ ആയിരിക്കും. അപ്പൊ എത്ര ഇൻപുട്ട് ഉണ്ടാവും? 2n. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സെലക്ട് ലൈൻ ആയിരിക്കും. ദെൻ 2^3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 2. ഓക്കെ, എത്ര കിട്ടും? 8 ആണ് കിട്ടുക. സോ 8:1 മക്സ് ആണ്. ഓക്കെ, A എന്ന് പറയുന്നത് 8:1 മൾട്ടിപ്ലക്സർ ആണ്. സോ ഓപ്ഷൻ A ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Asynchronous counters are preferred in some applications due to the fact that. എന്തുകൊണ്ടാണ് അസിൻക്രോണസ് കൗണ്ടേഴ്സ് കൂടുതലായി യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ്? ദേ ആർ ഫാസ്റ്റർ അല്ല, നമുക്ക് സിൻക്രോണസ് കൗണ്ടേഴ്സ് ആണ് ഫാസ്റ്റർ ആയിട്ട് വരിക. ഷോർട്ട് ഡിസ്റ്റൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സിൻക്രോണസ് കൗണ്ടർ ആണ്. പക്ഷേ അസിൻക്രോണസിനെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി എന്താണ് ഫാസ്റ്റർ ആയിരിക്കുന്നത്? സിൻക്രോണസ് ആണ്. അടുത്ത ഓപ്ഷൻ നോക്കുക. ദേ റിക്വയർ ലെസ് നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. അതും കറക്റ്റ് അല്ല. അതേപോലെ ദേ ഹാവ് എ ലെസർ പ്രൊപ്പഗേഷൻ ഡിലേ. അങ്ങനെ ഒരു പോയിന്റും കറക്റ്റ് അല്ല. പക്ഷേ ദേ ആർ ഈസി ടു ഡിസൈൻ ആണ്. എന്തുകൊണ്ടാണ് അസിൻക്രോണസ് കൗണ്ടേഴ്സ് ഈസി ടു ഡിസൈൻ എന്ന് പറയുന്നത്? അതിന്റെ സർക്യൂട്ടിലെ സിംപ്ലിസിറ്റി കൊണ്ടാണ്. അതായത് നമുക്കറിയാം അതിനൊരൊറ്റ വയർ ഉണ്ടാവും, ഒരേ ഒരു വയർ മാത്രമേ നമുക്ക് കണക്ഷന് വേണ്ടി വരുള്ളൂ. അതായത് ക്ലോക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നില്ല. നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എടുത്ത് നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്ലോക്ക് ആക്കിയാണ് കൊടുക്കുക. അതുകൊണ്ട് തന്നെ സിംഗിൾ വയർ മതിയാവും. അതുകൊണ്ട് തന്നെ എന്താണ്? ഈസി ടു ഡിസൈൻ ആണ്. പക്ഷേ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ക്യുമുലേറ്റീവ് ഡിലേ ഉണ്ടാവുന്നുണ്ട്. ക്യുമുലേറ്റീവ് ഡിലേ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് കാരണം സ്ലോ സ്പീഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ C ആണ് റൈറ്റ് ആൻസർ. സിൻക്രോണസ് കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എടുത്ത് നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്ലോക്ക് ആയി കൊടുക്കുകയല്ല. സിൻക്രോണസ് കൗണ്ടറിൽ ഒരു കോമൺ ക്ലോക്ക് സിഗ്നൽ ആയിരിക്കും. എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലും സൈമൾട്ടേനിയസ് ആയിട്ട് ട്രിഗർ ചെയ്യാനായി ഒരു കോമൺ ക്ലോക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ C is the right answer. Next question. A 3-input NAND gate is available as a circuit element. The method in which it can be converted to an inverter. അപ്പോൾ ഒരു 3-input NAND ഗേറ്റ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. 3-input NAND ഗേറ്റ് റെപ്രസെന്റേഷൻ ഇങ്ങനെയാണ് വരിക. ABC എന്ന് റെപ്രസെന്റ് ചെയ്താൽ നമ്മുടെ 3-input NAND ഗേറ്റിനകത്ത്
ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക. ഇതൊരു ഇൻവെർട്ടർ ആയിട്ട് ആക്ട് ചെയ്യേണ്ടതുണ്ട്. ഇൻവെർട്ടറിന്റെ ഇൻപുട്ട് എന്താണ്? 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവിടെ ഫസ്റ്റ് കണ്ടീഷൻ നോക്കുക. ഷോർട്ട് എ, ബി ആൻഡ് സി ആൻഡ് യൂസ് ഇറ്റ് ആസ് എ സിംഗിൾ ഇൻപുട്ട് ഫോർ ഇൻവെർട്ടർ. നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് 1 ആവണം എന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻ വരിക? ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്ട് 1 ആവണം എന്നുണ്ടെങ്കിൽ എല്ലാ ഇൻപുട്ടും ഹൈ ആവുന്ന ടൈമിലാണ് ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്ട് 1 ആവുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് നാൻഡ് ഗേറ്റിന്റെ കേസ് പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കും? എല്ലാ ഇൻപുട്ടും ഹൈ ആയിരിക്കുമ്പോൾ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഓക്കെ, അതേപോലെ ബാക്കി കണ്ടീഷൻസിനെല്ലാം ഔട്ട്പുട്ട് 1 ആയിരിക്കും. എല്ലാ ഇൻപുട്ടും ഹൈ ആയിരിക്കുന്ന കേസിൽ ഔട്ട്പുട്ട് 0 വരണം നാൻഡ് ഗേറ്റിൽ. അത് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ കണ്ടീഷൻ നോക്കാം. ഷോർട്ട് എ ആൻഡ് ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിനെ ഷോർട്ട് ചെയ്യുക. എയും ബിയും കൂടെ ഷോർട്ട് ചെയ്തിട്ട് എന്താണ് അത് എ ആൻഡ് ബി ആൻഡ് സി ഇത് മൂന്നും ഷോർട്ട് ചെയ്ത ശേഷം ഇൻവെർട്ടറിൽ നിന്നുള്ള ഇൻപുട്ട് ആക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെ എക്സ് എന്ന് എടുക്കുകയാണെന്നെങ്കിൽ എക്സ് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ ഇൻപുട്ട് എല്ലാം 0 ആയിരിക്കും. അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, ഇൻപുട്ട് എല്ലാം 1 ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞു ഇൻപുട്ട് എല്ലാം ഹൈ ആണെങ്കിൽ ഒരു നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പൊ എന്ത് ചെയ്തു? ഇൻവെർട്ടറിന്റെ കണ്ടീഷൻ ഇവിടെ ഒബ്റ്റെയിൻ ചെയ്തു. സോ നമുക്ക് പറയാം ഈ ഓപ്ഷൻ എ റൈറ്റ് ആണ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ ബോത്ത് എ ആൻഡ് ബി മെത്തേഡ്സ് ക്യാൻ ബി യൂസ്ഡ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് ഓപ്ഷൻസ് കൂടെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കിയാൽ രണ്ടാമത്തെ ഓപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഷോർട്ട് എ ആൻഡ് ബി ആൻഡ് അപ്ലൈ ലോജിക് 1 ദെൻ യൂസ് സി ആസ് ഇൻപുട്ട് ഓഫ് ഇൻവെർട്ടർ. ഓക്കെ, ഇതാണ് എക്സ് എന്ന് പറഞ്ഞ് ഇൻവെർട്ടറിന്റെ ഇൻപുട്ട് ആയിട്ട് എടുക്കുന്നത്. ഇവിടെ നമ്മൾ എപ്പോഴും 1 തന്നെ കീപ്പ് ചെയ്യും. അപ്പോൾ ഇൻവെർട്ടറിന്റെ ഇൻപുട്ട് 0 ആണെങ്കിൽ നമുക്ക് നാൻഡ് ഗേറ്റിന്റെ ഇൻപുട്ട്സ് എന്താവും? 0ഉം 1ഉം വരും. 0ഉം 1ഉം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻറ്റ് ഇൻപുട്ട്സ് ആണ്, എല്ലാം ഹൈ അല്ല. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് 1 കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി എക്സ് എന്ന് പറയുന്നത് 1 കൊടുക്കുന്ന കണ്ടീഷനിൽ 1 1 വരും. 1 1 വന്നാൽ എന്താണ്? രണ്ടും ഹൈ ആണ്. സോ ഔട്ട്പുട്ട് 0 വരും. അപ്പോൾ 0 കൊടുത്തപ്പോൾ 1 കിട്ടി, 1 കൊടുത്തപ്പോൾ 0 കിട്ടി. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഓപ്ഷനും കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? ഇൻവെർട്ടർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഷോർട്ട് എ ആൻഡ് ബി ആൻഡ് യൂസ് ഇറ്റ് ആസ് ഇൻപുട്ട് ഫോർ ഇൻവെർട്ടർ ആൻഡ് കണക്ട് സി ടു ലോജിക് 0. മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ഷോർട്ട് എ ആൻഡ് ബി, എയും ബിയും ഷോർട്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് യൂസ് ഇറ്റ് ആസ് ഇൻപുട്ട് ഫോർ ഇൻവെർട്ടർ. ഇൻവെർട്ടറിന്റെ ഇൻപുട്ട് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതായിരിക്കും. എന്നിട്ട് അടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത് ലോജിക് 0 ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ എക്സും 0 ആണ് ഇൻപുട്ട്. അപ്പോൾ ഇൻവെർട്ടറിന്റെ ഇൻപുട്ട് എക്സ് ഈക്വൽ ടു 0 വരുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്താ വരിക? 0 0 വരും. 0 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ ഈ കണ്ടീഷൻ കറക്റ്റ് ആയി. നെക്സ്റ്റ് എക്സ് ഈക്വൽ ടു 1 കൊടുത്തു നോക്കുക. 1 കൊടുത്തു നോക്കുമ്പോൾ 1 0 ആണ്. എല്ലാ ഇൻപുട്ടും ഹൈ ആയാൽ മാത്രമേ നാൻഡ് ഗേറ്റിൽ 0 ഔട്ട്പുട്ട് വരുള്ളൂ. പക്ഷെ ഇവിടെ എന്താണ്? 1 0 ആണ്. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് 1 തന്നെയാണ് കിട്ടുക. അപ്പൊ നോട്ട് ഗേറ്റിന്റെ കണ്ടീഷൻ ഇവിടെ ഒബേ ചെയ്തില്ല. സോ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? സി കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി മെത്തേഡ്സ് ക്യാൻ ബി യൂസ്ഡ് എന്നുള്ളതാണ് ഇവിടെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ആൻഡ് മാക്സിമം കറണ്ട് ഓഫ് LM723 IC. ഇവിടെ ഒരു സ്പെഷ്യൽ ICയുടെ കേസാണ് പറയുന്നത്. ഇതൊരു വോൾട്ടേജ് റെഗുലേറ്റർ IC ആണ്. ഈ വോൾട്ടേജ് റെഗുലേറ്റർ ICയുടെ വോൾട്ടേജും മാക്സിമം കറണ്ടും ഔട്ട്പുട്ട് വോൾട്ടേജും എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാക്സിമം കറണ്ടും ഔട്ട്പുട്ട് വോൾട്ടേജും 2 to 37 വോൾട്ട്. ചില ബുക്സിൽ 40 വോൾട്ട് എന്ന് പറയാറുണ്ട്. 2 to 37 വോൾട്ട്. നമ്മൾ കോമൺലി 40 വോൾട്ട് റേഞ്ച് എന്ന് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ 2 to 37 വോൾട്ടും ഔട്ട്പുട്ട് എന്താണ്? മാക്സിമം കറണ്ട് എന്ന് പറയുന്നത് 150 മില്ലി ആംപിയറും. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 2 to 37 വോൾട്ട് ഔട്ട്പുട്ട് വോൾട്ടേജും 150 മില്ലി ആംപിയർ ആയിരിക്കും നമ്മുടെ മാക്സിമം കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വോൾട്ടേജ് റെഗുലേറ്റർ IC ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ അത് മാത്രമല്ല സീരീസ് റെഗുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ കറണ്ട് ആൻഡ് ഷണ്ട് റെഗുലേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്.
കറണ്ട് ആൻഡ് ഷണ്ട് റെഗുലേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ടെമ്പറേച്ചർ കൺട്രോളേഴ്സ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ടെമ്പറേച്ചർ കൺട്രോളേഴ്സ് ആയിട്ടും നമ്മുടെ LM723 IC യൂസ് ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാഫ് ആഡർ ഈസ് ഓൾസോ നോൺ ആസ്. ഹാഫ് ആഡർ എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ആഡറിന്റെ വേറൊരു നെയിം എന്ന് പറയുന്നത്, അതായത് എന്തായിട്ടും യൂസ് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് ഹാഫ് ആഡറിന്റെ ട്രൂത്ത് ടേബിൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. A, B and Y ഇങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ 0 0 0 1 1 0 1 1. ഓക്കെ, ഇതിൽ ഹാഫ് ആഡർ എന്ന് പറയുന്നത് എങ്ങനെയാ വരിക? സം ഉണ്ടാവും, ക്യാരി ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. 2 ബിറ്റ് അഡിഷൻ ആണ് ഹാഫ് ആഡർ പെർഫോം ചെയ്യുക. ദെൻ 0 + 0 0 കിട്ടും, ക്യാരി 0 കിട്ടും. ഇത് 0 + 1 1 കിട്ടും, ക്യാരി 0. 1 + 0 1 കിട്ടും, ക്യാരി 0. 1 + 1 0 കിട്ടും, ക്യാരി 1 വരും. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുക, ഇതിന്റെ സം ആണ് ശരിക്കും ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ക്യാരി ഔട്ടും ഉണ്ട്, സം ഔട്ടും ഉണ്ട്, പക്ഷെ മെയിൻ ആയിട്ട് പറയുന്നത് സം തന്നെയാണ്. അപ്പോൾ ഹാഫ് ആഡറിന്റെ ഈ സം റെപ്രസെന്റ് ചെയ്യുന്ന ഗേറ്റ് ഏതാണ്? ഇത് ഏത് ഗേറ്റിന്റെ ഔട്ട്പുട്ട് ആണ്? രണ്ട് ഇൻപുട്സും ഡിഫറെന്റ് ആകുമ്പോൾ ഔട്ട്പുട്ട് ഹൈ ആവുന്ന ഗേറ്റ് ഏതാണ്? XOR ഗേറ്റ് ആണ്. സോ ഇവിടെ നമുക്ക് പറയാം എന്തായിരിക്കും? ഇവിടെ XOR ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ ആണിത്. അതേപോലെ ക്യാരി എന്ന് പറയുന്നത് 0 0 0 1, അത് റെപ്രസെന്റ് ചെയ്യുന്നത് ആൻഡ് ഗേറ്റിനെയാണ്. സോ നമുക്ക് മെയിൻ ആയിട്ടും സം വരുന്നത് ആയിരിക്കും ഹാഫ് ആഡറിന്റെ ഔട്ട്പുട്ട് എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ, XOR ഗേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the advantage is serial transport compared to parallel transport for data transmission is that. നമ്മുടെ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു സീരിയൽ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിന് എന്തുണ്ട്? പാരലൽ ട്രാൻസ്പോർട്ടിനേക്കാൾ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, അതായത് ഇറ്റ് നീഡ് ഓൺലി 1 വയർ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. പക്ഷേ ഫാസ്റ്റർ ആയിട്ടുള്ളത് നമ്മുടെ പാരലൽ തന്നെ ആയിരിക്കും. അത് മാത്രമല്ല സീരിയൽ ട്രാൻസ്പോർട്ടിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എബിലിറ്റി ടു ട്രാൻസ്മിറ്റ് ഡേറ്റ ഓവർ ലോങ്ങർ ഡിസ്റ്റൻസ് വിത്ത് ഫ്യൂവർ ഫിസിക്കൽ കണക്ഷൻ. കുറച്ച് ഫിസിക്കൽ കണക്ഷൻസ് കൊണ്ട് തന്നെ ലോങ്ങർ ഡിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. പക്ഷെ പാരലല് ഷോർട്ട് ഡിസ്റ്റൻസ് മാത്രമേ പറ്റുള്ളൂ, പക്ഷെ ഫാസ്റ്റർ ആയിരിക്കും. അതാണ് പാരലലിന്റെ സ്പെഷ്യാലിറ്റി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് റിക്വയർഡ് ടു കൺസ്ട്രക്ട് മോഡ് 10 കൗണ്ടർ. മോഡ് 10 കൗണ്ടർ എന്ന് പറയുമ്പോൾ അവിടെ എത്ര സ്റ്റേറ്റ് ആണ് ഉണ്ടാവുക? 10 ഡിസ്റ്റിങ്ക്റ്റ് സ്റ്റേറ്റ് ആണ് ഉണ്ടാവുക. 10 ഡിസ്റ്റിങ്ക്റ്റ് സ്റ്റേറ്റ്സ് ആണ് ഇവിടെ ഉണ്ടാവുക. അതായത് 2n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സ്റ്റേറ്റ്സ് എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ്. ഓക്കെ, അപ്പോൾ 2n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സ്റ്റേറ്റ് ആയിരിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ 2⁴ നോക്കിയാലാണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക. അതുകൊണ്ട് തന്നെ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആയിരിക്കും ഇവിടെ നമുക്ക് വേണ്ടത്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബേസിക് മെമ്മറി എലമെന്റ് ഇൻ സീക്വൻഷ്യൽ സർക്യൂട്ട്. നമുക്കറിയാം സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷണൽ സർക്യൂട്ട് വിത്ത് മെമ്മറിയാണ്. അതായത് നമുക്ക് പ്രസന്റ് ഇൻപുട്ടിനെയും പാസ്റ്റ് ഔട്ട്പുട്ടിനെയും നമ്മുടെ ഔട്ട്പുട്ട് പ്രസന്റ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലാണ് അതിനെ നമ്മൾ സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറയുക. ഓക്കെ, അതിന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്താണ്? ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. ഒരു 1 ബിറ്റ് ഓഫ് ഡേറ്റ സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുക. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫുൾ ആഡർ ക്യാൻ ആഡ് ഡാഷ് ബൈനറി ഡിജിറ്റ് അറ്റ് എ ടൈം. എത്ര ബൈനറി ഡിജിറ്റ്സ് ആണ് ഫുൾ ആഡർ കൊണ്ട് ആഡ് ചെയ്യാൻ പറ്റുക? 3 ഡിജിറ്റ് ആണ്. അതായത് ABC എന്നായിരിക്കും ഇൻപുട്ട് വരിക. ഔട്ട്പുട്ട് വരുന്നത് എന്തായിരിക്കും? സമ്മും ക്യാരിയും. സോ 3 ഇൻപുട്ട് ആൻഡ് 2 ഔട്ട്പുട്ട് ആണ് നമ്മുടെ ഫുൾ ആഡറിനുള്ളത്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇമ്പോർട്ടന്റ് അഡ്വാൻറ്റേജ് ഓഫ് LCD. LCDയുടെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ഓപ്ഷൻ ബി ലോവർ പവർ കൺസംഷൻ ആണ്. ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്നാണ് LCDയുടെ ഫുൾ ഫോം. അതിന്റെ ഏറ്റവും നല്ല അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോ പവർ കൺസംഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ XOR ഗേറ്റ് പ്രൊഡ്യൂസസ് ആൻ ഔട്ട്പുട്ട് ഓൺലി വെൻ ഇറ്റ്സ് 2 ഇൻപുട്സ് ആർ. നമുക്ക് നോക്കാം, ABY ആണ് ട്രൂത്ത് ടേബിൾ എങ്കിൽ 0 0 0 1 1 0 1 1 ആണെങ്കിൽ XOR ഗേറ്റിന്റെ ഔട്ട്പുട്ട് എങ്ങനെ വരും? 0 1 1 0 ഇങ്ങനെയല്ലേ വരിക? An XOR gate produces an output only when its 2 input are. ഔട്ട്പുട്ട് 1 പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ 2 ഇൻപുട്സും ഡിഫറെന്റ് ആവുമ്പോഴാണ്. സോ
ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. Moving on to next question. The NAND gate output will be low if the two inputs are NAND gate in the 0 0 0 1 1 0 1 1 ആണ് ഇൻപുട്സ് എങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി ലോ എന്നാ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ആൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നാൻഡ്. ആൻഡിന്റെ എങ്ങനെയാ വരിക? രണ്ട് ഇൻപുട്ടും ഹൈ ആയിരിക്കുമ്പോൾ ഹൈ ആണ് ആൻഡിൽ വരിക. ഇവിടെ പക്ഷേ ലോ ആയിരിക്കും, കാരണം ആൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നാൻഡ് ഗേറ്റിൽ. അപ്പോൾ ബാക്കിയെല്ലാം 1 വരും. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് പറയാം നാൻഡ് ഗേറ്റ് ഔട്ട്പുട്ട് വിൽ ബി ലോ ഇഫ് ദ ടു ഇൻപുട്സ് ആർ ഹൈ, അതായത് 1 1. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഹാസ് 2 ഔട്ട്പുട്ട്സ് വിച്ച് ആർ. നമുക്കറിയാം ഫ്ലിപ്പ് ഫ്ലോപ്പ് ഏതായാലും SR ആയാലും JK ആയാലും D ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയാലും T ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയാലും, പക്ഷേ ഡിയിലും ടിയിലും എന്ന് പറയുന്നത് നമുക്ക് ഒരേ ഒരു ഔട്ട്പുട്ടേ ഉണ്ടാവുള്ളൂ, അതായത് Q മാത്രമേ ഉള്ളൂ. പക്ഷേ ബാക്കി ഇൻപുട്സ് 2 ഔട്ട്പുട്ട്സ് ഉള്ള, അതായത് 2 ഇൻപുട്ട്സ് ആൻഡ് 2 ഔട്ട്പുട്ട്സ് ഉള്ള ഫ്ലിപ്പ് ഫ്ലോപ്സ് ഏതൊക്കെയാണ്? SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്, JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്, മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്. അതിലൊക്കെയും നമുക്ക് പറയാം എന്താണ്? 2 ഇൻപുട്ട്സും ഉണ്ടാവും, 2 ഔട്ട്പുട്ട്സ് ഉണ്ടാവും. അത് ഏതൊക്കെയാണ്? ക്യൂവും Q ബാറും ആയിരിക്കും, അതായത് ഒന്നിന്റെ കോംപ്ലിമെന്റ് ആയിരിക്കും. സോ 2 ഔട്ട്പുട്ട്സ് ആർ ഓൾവേസ് കോംപ്ലിമെന്ററി. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് ലോജിക് ഫാമിലി? അതായത് ഫാസ്റ്റസ്റ്റ് ലോജിക് ഫാമിലി ഏതാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. എമിറ്റർ കപ്പിൾഡ് ലോജിക് ആണ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഇത് എങ്ങനെയാണ്? ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ റീജിയനിലേക്ക് എൻറ്റർ ചെയ്യുന്നത് ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ അത് ഫാസ്റ്റസ്റ്റ് ആണെന്ന് അറിയപ്പെടുന്നു. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി ഫ്ലിപ്പ് ഫ്ലോപ്സ് ആർ റിക്വയർഡ് ടു കൺസ്ട്രക്ട് എ ഡെക്കേഡ് കൗണ്ടർ? ഡെക്കേഡ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ മോഡ് 10 ആണ്. 10 എന്ന് പറയുമ്പോൾ 10 സ്റ്റേറ്റ്സ് ആണ് ഉണ്ടാവുക. നമുക്ക് അറിയാം 2n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. n ഈസ് ദ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. അതുകൊണ്ട് തന്നെ 2⁴ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ 2⁴ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ആയിരിക്കും. സോ ഇവിടെ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ യൂണിവേഴ്സൽ ലോജിക് ഗേറ്റ് ഈസ് 1 which can be used to generate any logic function. Which of the following is a universal logical gate? യൂണിവേഴ്സൽ ലോജിക് ഗേറ്റ് ഏതാണ്? നമുക്കറിയാം നാൻഡും നോറും ആണ് യൂണിവേഴ്സൽ ലോജിക് ഗേറ്റ്സ്. അവയെ യൂണിവേഴ്സൽ ലോജിക് ഗേറ്റ്സ് എന്ന് അറിയാൻ കാരണം എന്താണ്? കാരണം അതുകൊണ്ട് നമുക്ക് മറ്റെല്ലാ ഗേറ്റ്സിനെയും ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഓപ്ഷൻസിൽ നോക്കിയാൽ നാൻഡ് ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഫുൾ ആഡർ ലോജിക് സർക്യൂട്ട് വിൽ ഹാവ്. ഫുൾ ആഡറിന് എത്ര ഇൻപുട്സ് ഉണ്ടാവും? 3 ഇൻപുട്സ് ആൻഡ് 2 ഔട്ട്പുട്സ് ആണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഓപ്ഷനിൽ നോക്കുക. 3 ഇൻപുട്സ് ആൻഡ് 2 ഔട്ട്പുട്സ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് A, B, C എന്നുള്ള ഇൻപുട്സും സമ്മും ക്യാരിയും ഔട്ട്പുട്സും. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ 2's കോംപ്ലിമെന്റ് ഓഫ് ദ നമ്പർ 1 1 0 1 1 1 0. ഇതിന്റെ 2's കോംപ്ലിമെന്റ് ആണ്. ഫസ്റ്റ് നമുക്ക് അതിന്റെ 1's കോംപ്ലിമെന്റ് കാണാം. 1's കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഈ നമ്പറിനെ കോംപ്ലിമെന്റ് ചെയ്താൽ മതി. 0 0 1 0 0 0 1. ഓക്കെ, അതിന്റെ കൂടെ ഒരു 1 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2's കോംപ്ലിമെന്റ് കിട്ടും. 1 1 എന്ന് പറയുന്നത് 0 വിത്ത് ക്യാരി 1, ദെൻ 1 0 0 1 0 0. ഇതായിരിക്കും 2's കോംപ്ലിമെന്റ്. ഇത് ഓപ്ഷനിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഉണ്ടല്ലോ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A basic SR flip-flop can be constructed by cross coupling which basic logic gates? നമുക്കറിയാം ഫ്ലിപ്പ് ഫ്ലോപ്സ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് 2 ഗേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ്. ഏതൊക്കെയാണ്? നാൻഡും നോറും. യൂണിവേഴ്സൽ ഗേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് ഓർത്തിരുന്നാൽ മതി. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നോർ ഗേറ്റ് ആൻഡ് നാൻഡ് ഗേറ്റ്. അതെങ്ങനെയാ വരിക? നമ്മളൊരു SR ലാച്ചിനെ ബേസ് ചെയ്തിട്ടാണ് വരിക. ഒരു നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു SR ലാച്ച് നമുക്ക് പരിചയപ്പെടാം. 2 നാൻഡ് ഗേറ്റ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ഇതാണ് 2 ഇൻപുട്സ്. എന്നിട്ട് ഔട്ട്പുട്ട്സ് ക്രോസ് കപ്പിൾ ചെയ്തിരിക്കുന്നത് എങ്ങനെയായിരിക്കും? ഇതിന്റെ ഇൻപുട്ട് എടുത്തിട്ട് ഇതിന്റെ ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇതിന്റെ ഒരു ഇൻപുട്ട് എടുത്തിട്ട് എന്ത് ചെയ്യും? ഔട്ട്പുട്ട് ഇങ്ങോട്ട് ക്രോസ് കപ്പിൾ ചെയ്യും. ഇതാണ് ഒരു SR ലാച്ച്. ഇത് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ആവണമെങ്കിൽ ഇവിടെ നമ്മൾ ഓരോ നാൻഡ് ഗേറ്റ് കൂടെ കണക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നാൻഡ് ഗേറ്റ് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? എന്നിട്ട് ഇവിടെ ക്ലോക്ക് സിഗ്നൽ കൊടുക്കും.
അതേപോലെ ഇവിടെ എസ് ഇൻപുട്ടും ഇവിടെ ആർ ഇൻപുട്ടും കൊടുക്കും. ഇത് ഔട്ട്പുട്ട്സ് ആയ ക്യൂവും ക്യൂ ബാറും ആയിരിക്കും. ഔട്ട്പുട്ട്സ് എന്തായിരിക്കും? കോംപ്ലിമെന്ററി ഔട്ട്പുട്ട്സ് ആയിരിക്കും. അപ്പോൾ നമുക്കിത് നാൻഡ് ഗേറ്റ് കൊണ്ടുള്ള ഇംപ്ലിമെന്റേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നോർ ഗേറ്റ് കൊണ്ടും സെയിം SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. Signing off your study partner. Click focus on what really matters.